ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ OTTയിലോ മുന്നിൽ പോയി ഇരിക്കുമ്പോൾ ബോറടിച്ച് സഹിക്കാൻ വയ്യാതെ നമ്മൾ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു നിരാശ ഒരു സിനിമാ പ്രേമിക്ക് വേറെ ഉണ്ടാകില്ല. നിർഭാഗ്യവശാൽ പരിമള ആൻഡ് കോ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായതും ഇതേ അവസ്ഥയാണ്. പുറമേ കാണുമ്പോൾ വലിയൊരു മെസ്സേജോ അല്ലെങ്കിൽ വലിയൊരു ത്രില്ലറോ ഒക്കെ ആയിട്ട് തോന്നിപ്പിക്കുമെങ്കിലും കാതലായിട്ടുള്ള ചില പാളീച്ചകൾ കൊണ്ട് പ്രേക്ഷകന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു സിനിമയായിരുന്നു ഈ ഓ, പരിമള ആൻഡ് കോ. ഈ സിനിമയിലേക്ക് സംഭവിച്ച പ്രധാന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കാം. വായോ. ഈ സിനിമയിലെ ഏറ്റവും വലിയ പോരായ്മ ഇതിന്റെ തിരക്കഥ തന്നെയാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സംവിധായകന്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരന്റെയോ കയ്യിൽ ശക്തമായ ഒരു ക്ലൈമാക്സോ അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജോ ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി ബാക്കി കഥ മുഴുവൻ അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ നുള്ളിപ്പറക്കി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് തിരക്കഥയാണ് ഇതിൻ്റെത്. സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരം എന്താ പറയുക, റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഒരു 2 മണിക്കൂർ 19 മിനിറ്റ് സിനിമയ്ക്ക് വേണ്ടത്ര കൃത്യമായ കഥാതന്തു ഇല്ലാത്തത് കൊണ്ട് തന്നെ സിനിമയുടെ തുടക്കത്തിൽ അനാവശ്യമായ കുറേ സിറ്റുവേഷൻ കോമഡികളും, തുടക്കത്തിൽ ചില സിറ്റുവേഷൻ കോമഡികളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഗോഷ്ഠികൾ കാണിച്ച് കുത്തി നിറച്ച് സമയം കൊന്നു തീർക്കുകയാണ് അവർ ചെയ്തത്. ഈ മെയിൻ കോഴ്സിലേക്ക് അല്ലെങ്കിൽ പ്രധാന കഥയിലേക്ക് എത്താൻ വേണ്ടി സിനിമ എടുക്കുന്ന ഒരു ലാഗ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഡ്രാഗ് ആയിട്ട് ആ തുടക്കത്തിലെ കോമഡികൾ ഒന്നും തന്നെ തിയേറ്ററിൽ വർക്കായപ്പോൾ അവസാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കാണുന്നവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കാണിക്കുന്ന ഗോഷ്ഠികളൊക്കെ അത് കോമഡി ആണോ എന്ന് ചോദ്യം ഉയർത്തുന്ന രീതിയിലാണ് അത് കൊണ്ടുവച്ചിരിക്കുന്ന രീതി. ഇനി ഇതിൽ പറയാൻ ഉദ്ദേശിച്ച മെസ്സേജിന്റെ കാര്യത്തിലേക്ക് വരാം. ഒരു നല്ല സന്ദേശം നൽകാൻ ഉദ്ദേശിച്ചാൽ മാത്രം പോരല്ലോ, അത് പ്ലേസ് ചെയ്യുന്ന പശ്ചാത്തലം കൂടെ ശരിയാകണം. ഈ സിനിമയിൽ ആ മെസ്സേജ് ഡെലിവറി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടം വളരെ മോശമായി പോയി. 2 പെൺമക്കളുള്ള ഒരു സാധാരണ കുടുംബത്തിനകത്താണ് ഈ കണ്ടന്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിരോധാഭാസം കിടക്കുന്നത്. അങ്ങനെയൊരു കുടുംബത്തെ പശ്ചാത്തലത്തിലേക്ക് ഇതുപോലൊരു ഡാർക്ക് കണ്ടന്റ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ, സിനിമയുടെ ഒരു വിശ്വാസ്യതയെ തന്നെ പൂർണ്ണമായി ബാധിക്കുന്നുണ്ട്. അത് സിനിമയുടെ വലിയൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരി, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സിനിമ അതിന്റെ മെയിൻ കഥയിലേക്ക് എത്തി എന്ന് വിചാരിക്കുക. അവിടെ ചെന്നിട്ടാണെങ്കിലോ ഒരു വ്യക്തതയുണ്ടോ? അതുമില്ല. പ്രധാന കഥയിലേക്ക് എത്തിയ ശേഷം പ്രേക്ഷകരെ മൊത്തത്തിൽ കൺഫ്യൂസ് അടുപ്പിക്കുകയാണ് തിരക്കഥ ചെയ്യുന്നത്. ഈ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണ്? കുടുംബത്തിനകത്തുള്ളവരാണോ? അതോ പുറത്തുനിന്നുള്ളവരാണോ? അതോ ബന്ധുക്കളാണോ? അതുമല്ലെങ്കിൽ പോലീസാണോ? ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു കൺഫ്യൂസ് ഉണ്ടാക്കി ഇങ്ങനെ കുറേ സംശയത്തിന്റെ നിഴലുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ തിരക്കഥ അങ്ങ് മൊത്തത്തിൽ കയ്യുന്നു പോയെന്ന് തന്നെ പറയാം. സിനിമയ്ക്ക് ഒരു കൃത്യമായ കൺക്ലൂഷൻ തരാതെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ലേബൽ വച്ച് കഥ വലിച്ചു നീട്ടി അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകരെ വെറുതെ വരയ്ക്കുന്ന ഒരു രീതിയായിപ്പോയി ഇത്. കഥയിലേക്കോ അല്ലെങ്കിൽ മേക്കിങ്ങിലോ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒന്നാണല്ലോ ഈ സിനിമയുടെ ഡാർക്ക് മൂഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇതൊരു ഡാർക്ക് സിനിമയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറേ ഊളത്തരങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അവസാനം സാൻഡി മാസ്റ്ററുടെ മേക്കപ്പ് പോലും ഒരുമാതിരി വളുപ്പ് രീതിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കാണുന്നവർക്ക് ഭയമോ അല്ലെങ്കിൽ ഒരു ത്രില്ലറോ തോന്നേണ്ട അടുത്ത് വെറും വൃത്തികേടായിട്ടാണ് അത് എനിക്ക് അനുഭവപ്പെട്ടത്. അഭിനയത്തിന്റെ കാര്യത്തിൽ വന്നാൽ ജയറാമിന്റെയും ഉർവശിയുടെയും പെർഫോമൻസ് തുടക്കത്തിലൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ടൈമിങ്ങും നല്ല ക്രാഫ്റ്റുമുള്ള 2 സീനിയർ ആക്ടേഴ്സാണ് അവർ. പക്ഷേ കഥ മുന്നോട്ട് പോകുന്തോറും തിരക്കഥയിലെ ഒരു ഭാവന ശൂന്യമായിട്ടുള്ള ഒരു കാരണം കൊണ്ട് അവരെ കൊണ്ട് വെറും ഗോഷ്ഠി കാണിക്കലായിട്ട് സംവിധാനം മാറ്റിയെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉർവശിയെ പോലുള്ള ഒരു വലിയ നടി സ്ക്രീനിൽ കാണിക്കുന്ന കുറേ അനാവശ്യമായിട്ടുള്ള ലൗഡ് കോമഡികൾ കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. അതിനേക്കാളൊക്കെ വലിയൊരു വിഷമം ഈ സിനിമയിലെ കടന്നു വരുന്ന പല ഡയലോഗുകളും. മിഡിൽ ക്ലാസിനെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട് എന്താണ്? അത് ഒട്ടും പൊളിറ്റിക്കൽ കറക്റ്റുമല്ല. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ അല്ലെങ്കിൽ ഇവിടുത്തെ എക്കണോമി ബാലൻസ് ചെയ്യുന്ന മിഡിൽ ക്ലാസ് ആണ് എന്നത് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഒരിക്കലും അതിസമ്പന്നരോ അല്ലെങ്കിൽ ദരിദ്രരോ മാത്രമല്ല. പക്ഷേ ഈ സിനിമയിൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ എപ്പോഴും അടിയും പിടിയും വഴക്കമുള്ള ഒരു കുടുംബമായിരിക്കണം, അമ്മായിയമ്മയുമായി എപ്പോഴും യുദ്ധത്തിലായിരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു മടുപ്പിക്കുന്ന ഒരു ക്ലീശ തന്നെയാണ് ഇവിടെയും കാണിച്ചു വച്ചിരിക്കുന്നത്. അവരൊരിക്കലും സ്നേഹത്തോടു കൂടി ജീവിക്കുന്നവരല്ല എന്ന ഒരു രീതിയിലാണ് ഇവിടെ തിരക്കഥ പറഞ്ഞു വെക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ദൈവത്തോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരിക്കലും സമാധാനം കൊടുക്കരുത് എന്ന്. എന്തു തരത്തിലുള്ള ചിന്താഗതിയാണ് ഇത്? മിഡിൽ ക്ലാസ് ജീവിതങ്ങളുടെ പോരാട്ടങ്ങളെയും അവരുടെ ഉള്ളിലെ സന്തോഷങ്ങളെയും പൂർണ്ണമായി റദ്ദ് ചെയ്യുന്ന ഒരു തിരക്കഥയായി ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത ആ ഡയലോഗുകളാണ് ഇതിൽ കുത്തി തിരികെ വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉദ്ദേശിച്ചൊരു നല്ലൊരു സന്ദേശത്തെ വെറും തട്ടിക്കൂട്ട് തിരക്കഥയും മോശം മേക്കിയും മിഡിൽ ക്ലാസിനെ കുറിച്ചുള്ള തെറ്റായ സ്റ്റീരിയോ ടൈപ്പുകളും കൊണ്ട് സ്വയം കുഴി തോണ്ടി നശിപ്പിച്ച ഒരു സിനിമയാണ് പരിമള ആൻഡ് കോ. ജയറാമിന്റെയും ഉർവശിയുടെയും നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് ഇതൊരു വലിയ നിരാശ തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്.
നിങ്ങളിൽ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വിഭിന്നമായ അഭിപ്രായമായിരിക്കാം ചിലപ്പോൾ. സിനിമയിലെ ആ മിഡിൽ ക്ലാസ് ഡയലോഗുകൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. താങ്ക്